നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലുടനീളമുള്ള ഏറ്റവും ആദരണീയമായ ചില ശ്രീരാമ ക്ഷേത്രങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള ഒരു ദിവ്യയാത്ര ഞങ്ങൾ ആരംഭിക്കുന്നു. ഒരു പ്രത്യേക ഹൈലൈറ്റായി രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന 2000-ലധികം ശ്രീരാമ ക്ഷേത്രങ്ങളെ കണ്ടെത്തുന്ന ആകർഷകമായ ഒരു ഭൂപടവും ഞങ്ങൾ അനാച്ഛാദനം ചെയ്യും. അയോധ്യയും നേപ്പാളും ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. ഈ പുണ്യസ്ഥലം വെറുമൊരു ക്ഷേത്രം മാത്രമല്ല, വിശ്വാസവും ഭക്തിയും കൂടിച്ചേരുന്ന ഹിന്ദു ആത്മീയതയുടെ ഹൃദയമാണിത്. അടുത്തതായി ഞങ്ങൾ അതിർത്തി കടന്ന് നേപ്പാളിലെ ജനക്പൂരിലേക്ക് അതിർത്തി കടക്കുന്നു. 1910 രജപുത്ര ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ശ്രീരാമന്റെയും സീതാദേവിയുടെയും അനശ്വരമായ ബന്ധം ആഘോഷിക്കുന്നു. ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾ വടക്ക് ഞങ്ങൾ ജമ്മുവിലെ മഹത്തായ രഘുനാഥ് ക്ഷേത്രത്തിലെത്തി. 7 ആരാധനാലയങ്ങളും മുഗൾ വാസ്തുവിദ്യയും ഉള്ള ഇത് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. അയോധ്യയിൽ കനക് ഭവൻ കൊട്ടാരം പോലുള്ള സൗന്ദര്യം കൊണ്ട് ഭക്തരെ ആകർഷിക്കുന്നു. വിവാഹസമയത്ത് കൈകേയി രാജ്ഞി രാമനും സീതയ്ക്കും സമ്മാനിച്ച അതിന്റെ പ്രശാന്തമായ പ്രഭയും ദിവ്യവിഗ്രഹങ്ങളും ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. തെക്കൻ ആത്മീയ മഹത്വങ്ങൾ ത്രിമൂർത്തി, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ പ്രതീകമായ രാമന്റെ വിഗ്രഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തിയ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം ഞങ്ങൾ സന്ദർശിക്കുന്നു. അടുത്തത് ആന്ധ്രാപ്രദേശിലെ ഭദ്രാചലമാണ്. ഈ പവിത്രമായ ക്ഷേത്രം പണിയുന്നതിനായി ജീവിതം സമർപ്പിച്ച ഭക്ത രാമദാസുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. രാമനോടുള്ള ഭക്തിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ചിത്രകൂടിലും പഞ്ചവടിയിലും രാമന്റെ വനവാസത്തിന്റെ നിമിഷങ്ങളായ രാംഘട്ട്, ജാനകികുണ്ട്, രാമനും സീതയും ലക്ഷ്മണനും താമസിച്ച ആശ്രമങ്ങളും രാമായണത്തിന് ജീവൻ നൽകി. തമിഴ്നാട്ടിൽ 1600 വർഷത്തെ ചരിത്രമുള്ള ഏരി കഥ രാമർ ക്ഷേത്രം രാമഭക്തരെ പ്രചോദിപ്പിക്കുന്ന പല്ലവ കാലഘട്ടത്തിലെ അത്ഭുതമാണ്. ആന്ധ്രാപ്രദേശിലെ വൊണ്ടിമിട്ടയിലെ കോദണ്ഡരാമ ക്ഷേത്രം വിജയനഗര മഹത്വം പ്രദർശിപ്പിക്കുന്നു. പിച്ചള പഗോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ പ്രദേശത്തെ 5 മഹത്തായ രാമക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഈസ്റ്റേൺ നോർത്തേൺ ലെജൻഡ്സ് ഒഡീഷയിലെ ഭുവനേശ്വറിലെ രാമക്ഷേത്രം രാമന്റെ ദിവ്യകഥ വിവരിക്കുന്ന സങ്കീർണമായി കൊത്തിയെടുത്ത മതിലുകളാൽ വിസ്മയിപ്പിക്കുന്നു. അമൃത്സറിനടുത്ത് വാൽമീകി മുനി സീതയ്ക്ക് അഭയം നൽകിയ സ്ഥലവും ലവയും കുശനും ജനിച്ച സ്ഥലവും രാം തീർത്ഥക്ഷേത്രം അടയാളപ്പെടുത്തുന്നു. തമിഴ്നാട്ടിലെ കുംഭകോണത്തുള്ള രാമസ്വാമി ക്ഷേത്രം രാമനെയും സഹോദരങ്ങളെയും ഐക്യത്തോടെ ചിത്രീകരിക്കുന്നു. ഇത് അപൂർവവും ദിവ്യവുമായ ദർശനമാണ്. മഹത്തായ സ്വപ്നം. അവസാനമായി ബീഹാറിലെ കേസരിയിലെ വിരാട് രാമായണ മന്ദിറിനെ ഞങ്ങൾ ഉറ്റുനോക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകമായി മാറുന്ന പദ്ധതി അങ്കോർ വാട്ടിനേക്കാൾ വലുതാണ്. രാമന്റെ ദിവ്യ പൈതൃകത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ വിശദമായ ബ്ലോഗുകളും വീഡിയോകളും പര്യവേക്ഷണം ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വെബ് ലിങ്കുകൾ വിവരണത്തിലാണ്. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ യാത്രകൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ വരെ. ജയ് ശ്രീരാം.